നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജെറുസലേമിന്റെ ഹൃദയഭാഗത്തുള്ള ഒരിടത്തെപ്പറ്റിയാണ്. യഹൂദർക്ക് ഇത് ടെമ്പിൾ മൗണ്ട്, മുസ്ലിംകൾക്ക് ഹറം അൽ ഷെരീഫ്. ഒരേ സമയം ലോകത്തിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നും, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നിറഞ്ഞൊരിടവും. അപ്പൊ നമുക്ക് ഈ പുണ്യഭൂമിയുടെ കഥയുടെയും അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെയും ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? ആരാണ് ഈ പുണ്യഭൂമിയുടെ യഥാർത്ഥ അവകാശി? ഈ ഒരൊറ്റ ചോദ്യമാണ് നൂറ്റാണ്ടുകളായി ഇത്രയധികം തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴിവെച്ചത്. ആ സങ്കീർണമായ അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോ നമ്മള് ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മൾ ഈ സംഘർഷത്തിന്റെയെല്ലാം പൊതുവായ വേരുകൾ എവിടെയാണെന്ന് നോക്കും. പിന്നെ വിശ്വാസങ്ങൾ എങ്ങനെ വഴിപിരിഞ്ഞുവെന്നും ഈ സ്ഥലത്തിനെന്താണ് ഇത്ര പ്രാധാന്യമെന്നും ചർച്ച ചെയ്യും. അവസാനം ഇന്നത്തെ കാലത്ത് നടക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ചും ഈ ദേവാലയത്തിന്റെ ഭാവിയെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ഈ കഥയുടെയെല്ലാം തുടക്കം എവിടെയാണെന്നറിയാമോ? അത് അബ്രഹാം എന്ന പ്രവാചകനിൽ നിന്നാണ്. യഹൂദമതത്തിന്റെയും ഇസ്ലാമിന്റെയും തുടക്കം അവിടെയാണ്. വിചിത്രമായി തോന്നാം, പക്ഷേ സത്യം അതാണ്. ഈ കുടുംബബന്ധം തന്നെയാണ് ഇന്നത്തെ ഈ വലിയ ശത്രുതയുടെ അടിസ്ഥാനവും. അറബികളും യഹൂദന്മാരും, ഇവർ രണ്ടു കൂട്ടരും അവരുടെ വംശപരമ്പര കണ്ടെത്തുന്നത് അബ്രഹാമിലാണ്. അറബികൾ അബ്രഹാമിന്റെ മൂത്ത മകനായ ഇസ്മായേലിന്റെ പിൻഗാമികളാണ്. അതേസമയം യഹൂദന്മാർ ഇളയ മകനായ ഇസ്ഹാക്കിന്റെയും. ചുരുക്കി പറഞ്ഞാൽ ഇവർ ഒരേ പൂർവികന്റെ മക്കളാണ്. അപ്പോ ഒരേ കുടുംബത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ പിന്നെ എവിടെയാണ് പ്രശ്നം തുടങ്ങിയത്? ഒരേ വേരുകളിൽ നിന്ന് വന്നിട്ടും ഈ രണ്ട് വിശ്വാസങ്ങളും രണ്ട് വഴിക്കാണ് പിന്നീട് സഞ്ചരിച്ചത്. അതിന് കാരണമായത് വിശ്വാസപരമായ ചില പ്രധാന വഴിത്തിരിവുകളാണ്. നമുക്കതിലേക്കൊന്ന് കടക്കാം. ഇതിന്റെയൊക്കെ തുടക്കമെന്ന് പറയുന്നത് തോരയിൽ പറയുന്ന ഒരു ദൈവിക ഉടമ്പടിയാണ്. ദൈവം അബ്രഹാമിനും അദ്ദേഹത്തിന്റെ പിൻഗാമികളായ ഇസ്രായേലിയർക്കും നൽകിയ ഒരു ശാശ്വത വാഗ്ദാനം. പക്ഷേ ഈ ഉടമ്പടിയെ ആര് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിലാണ് തർക്കങ്ങളുടെ തുടക്കം. ഈ ഉടമ്പടിയുടെ ഒരു യാത്ര നോക്കിയാൽ അത് അബ്രഹാമിൽ തുടങ്ങി. അത് ഇസ്രായേലിയർക്ക് മാത്രമുള്ളതാണെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ഇസ്ലാമിക വിശ്വാസം പറയുന്നത് യേശുവിനെ മശിഹയായി യഹൂദർ അംഗീകരിക്കാതിരുന്നപ്പോൾ ആ ഉടമ്പടി ലംഘിക്കപ്പെട്ടു എന്നാണ്. അതോടെ ദൈവം മുഹമ്മദ് നബിയിലൂടെയും അദ്ദേഹത്തിന്റെ അനുയായികളിലൂടെയും ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അങ്ങനെ അവർ പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായി. ശരി, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്ഥലത്തെപ്പറ്റിയാണല്ലോ, ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ ഹറം അൽ ഷരീഫ്. എന്താണ് ഈ ഒരു തുണ്ടുഭൂമിയെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? എന്തുകൊണ്ടാണ് മൂന്ന് പ്രധാന മതങ്ങൾക്ക് ഇവിടം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവരുടെ രണ്ട് പുരാതന ദേവാലയങ്ങൾ നിന്നിരുന്നത് ഇവിടെയാണ്. ക്രിസ്ത്യാനികൾക്ക് ഈ ദേവാലയം പുനർനിർമ്മിക്കുന്നത് യേശുവിന്റെ രണ്ടാം വരവിന്റെ അടയാളമാണ്. ഇനി മുസ്ലിങ്ങളുടെ കാര്യമെടുത്താൽ മുഹമ്മദ് നബി സ്വർഗാരോഹണം നടത്തിയതും എല്ലാ പ്രവാചകന്മാർക്കും വേണ്ടി പ്രാർത്ഥിച്ചതും ഇവിടെ വെച്ചാണ്. കണ്ടില്ലേ, ഒരേ മണ്ണ്, മൂന്ന് വിശ്വാസങ്ങളുടെയും ഹൃദയമാണ്. ഇസ്ലാമിൽ ഈ സ്ഥലത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഉദ്ധരണിയാണിത്. അതായത് എല്ലാ പ്രവാചകന്മാരുടെയും നേതാവെന്ന നിലയിൽ മുഹമ്മദ് നബിക്ക് ഈ സ്ഥലത്തിന്മേൽ മറ്റാരേക്കാളും വലിയ അവകാശമുണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് വളരെ ശക്തമായൊരു അവകാശവാദമാണ്. ഈ സ്ഥലത്തിന്റെ ചരിത്രം ഒരു ഉള്ളി പോലെയാണ്. ഓരോ പാളികളായി അടർത്തിയെടുക്കാം. ഏറ്റവും താഴെ യഹൂദ ദേവാലയങ്ങളുടെ അടിത്തറ. അതിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ക്രിസ്ത്യാനികൾ ഒരു പള്ളി പണിതു. പിന്നീട് മുസ്ലിമുകൾ വന്നപ്പോൾ അവർ ആ പള്ളിയെ അൽ അക്സ പള്ളിയാക്കി മാറ്റി കൂടെ ഡോം ഓഫ് ദ റോക്കും നിർമ്മിച്ചു. ഒന്നിനു മുകളിൽ മറ്റൊന്നായി ഓരോ വിശ്വാസവും അവരുടെ അടയാളം പതിപ്പിച്ചു. ഇതൊന്നും വെറും ചരിത്രപുസ്തകത്തിലെ കഥകളല്ല കേട്ടോ. ഈ പുരാതന വിശ്വാസങ്ങൾ ഇന്നും സജീവമാണ്. ഇന്നത്തെ രാഷ്ട്രീയ സഖ്യങ്ങളെയും മതങ്ങൾക്കുള്ളിലെ തർക്കങ്ങളെയും വരെ ഇത് നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഒരു മൂന്നാമത്തെ ദേവാലയം പണിയുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ചില യഹൂദ ഗ്രൂപ്പുകളും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ദേവാലയം പണിതാൽ തങ്ങളുടെ മഷിഹ വരുമെന്ന് ഈ രണ്ടു കൂട്ടരും വിശ്വസിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ മഷിഹ ആരാണെന്ന കാര്യത്തിൽ മാത്രം അവർക്ക് യോജിപ്പില്ല. പക്ഷേ എല്ലാ യഹൂദന്മാരും ഈ കാര്യത്തിൽ ഒറ്റയ്ക്കല്ല. അവർക്കിടയിൽ വലിയൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം പറയുന്നു
നമ്മൾ മുൻകൈയെടുത്ത് ദേവാലയം പണിയണം, എന്നാലേ മഷിഹ വരൂ എന്ന്. എന്നാൽ മറ്റൊരു വലിയ വിഭാഗം വിശ്വസിക്കുന്നത് അതല്ല, നമ്മൾ കാത്തിരിക്കണം, മഷിഹ സ്വയം വന്ന് ദേവാലയം നിർമ്മിക്കുമെന്നാണ്. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇതേപോലൊരു സംവാദം ഇസ്ലാമിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വിഷയം ഇമാം മഹ്ദിയുടെ വരവാണ്. ഒരു കൂട്ടർ വാദിക്കുന്നു, നമ്മൾ കാത്തു നിൽക്കരുത്, ഇപ്പോൾ തന്നെ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്ന്. എന്നാൽ മറ്റുള്ളവർ പറയുന്നു, വേണ്ട, മഹ്ദി വരുന്നതുവരെ കാത്തിരിക്കണം, അദ്ദേഹം വന്ന് ദൈവീക രാഷ്ട്രം സ്ഥാപിക്കുമെന്ന്. ഒരേ തർക്കം രണ്ട് വിശ്വാസങ്ങളിൽ. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈ ദേവാലയത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയുണ്ടാകാം. അപ്പോ എല്ലാ ചരിത്രവും പ്രവചനങ്ങളും എല്ലാം കൂട്ടിവെച്ചു നോക്കുമ്പോൾ ആ വലിയ ചോദ്യം വീണ്ടും മുന്നിൽ വരുന്നു. ആ മൂന്നാമത്തെ ദേവാലയം, അത് ശരിക്കും പണിയപ്പെടുമോ? അതിനുള്ള ഉത്തരം അതെ എന്നായിരിക്കാം. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു ഇസ്ലാമിക പാരമ്പര്യം പറയുന്നത് ആ മൂന്നാം ദേവാലയം പുനർനിർമ്മിക്കപ്പെടും എന്ന് തന്നെയാണ്. പക്ഷെ അത് നിർമ്മിക്കുന്നത് ഒരു യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരിക്കില്ല, മറിച്ച് ഒരു മുസ്ലിം ഭരണാധികാരിയായിരിക്കും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം. ഈ പ്രവചനം ശരിയാകുമോ ഇല്ലയോ എന്നതിലുപരി അത് നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പുണ്യഭൂമിയുടെ ഭാവി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ സങ്കീർണമാണ്.